അച്ഛനൊക്കെ പോയിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ കുടയും. അപ്പോൾ കുടഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റിൽ നിന്ന് മണൽ വരും. ലൈക്ക് ഒരു ദിറംസിന് ഞാൻ ഷവർമ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ദിറംസിന് ഷവർമ കഴിച്ചിട്ടുണ്ട്. ഐ വാസ് ഓൺലി വറീഡ് അബൌട്ട് മീ. എന്നെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ എക്സാക്ട് റോളിൽ ഞാനിപ്പം കയറാത്ത സത്യം പറഞ്ഞ ഒരൊറ്റ ബിൽഡിംഗ് പോലും ഇല്ല. $36,000 ഫസ്റ്റ് പ്രോജക്റ്റ് എനിക്ക് അന്ന് കിട്ടി. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റൂ എന്നുള്ളത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. സത്യത്തിൽ പൈസ വേണ്ട ടു സ്റ്റാർട്ട് എ ബിസിനസ്. സുകേഷ് ഗോവിന്ദൻ പ്രൊഫഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമുക്ക് ഈ പേര് സുപരിചിതമാവുന്നത് മറ്റൊരു ബ്രാൻഡിൻ്റെ പേര് കൂടി ചേർത്ത് പറയുമ്പോഴാണ്. 10X പ്രോപ്പർട്ടീസ്. UAE റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റേതായ ഒരിടം എഴുതി ചേർത്ത മലയാളി. സുകേഷ്, വെൽക്കം. താങ്ക് യു സോ മച്ച്. സുകേഷ് ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ അച്ഛൻ പ്രവാസിയായിരുന്നു. അതും കപ്പലിൽ മുംബൈയിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു പ്രവാസിയായ ഒരു അച്ഛൻ്റെ മകനാണ്. എങ്ങനെയാണ്, അബുദാബിയിലായിരുന്നല്ലോ കുട്ടിക്കാലമൊക്കെ, എങ്ങനെയാണ് ആ ഒരു കാലം ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം? അത് അതെന്തോ ഭാഗ്യം എന്ന് പറയണം. നമുക്ക് ചെറുപ്പത്തിലൂടെ പഠിക്കാൻ പറ്റി. അബുദാബി അൽനൂർ ഇന്ത്യൻ ഇസ്ലാമിക് സ്കൂളായിരുന്നു സ്കൂൾ പഠനം. അതെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഹയർ സ്റ്റഡീസ് പിന്നെ നാട്ടിലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു, കർണാടകയിലായിരുന്നു. പിന്നെ ഗോട്ട് ബാക്ക് അഗെയിൻ 2009 മുതൽ അഗെയിൻ ഐ ഗോട്ട് ബാക്ക് ടു ദുബായ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഈ കപ്പലിലൊക്കെ ഇവിടെ എത്തിയ ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു മനോധൈര്യം, ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് അവർ കടൽ കടന്ന് വന്നതെന്ന്. ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു അച്ഛൻ്റെ ഒരു ഇച്ഛാശക്തിയും അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ധൈര്യവുമാണ് സുകേഷിനുള്ളത്. അങ്ങനെ തന്നെയാണോ? ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് എപ്പോഴും അച്ഛൻ തന്നെയാണോ? അത് 100% അച്ഛൻ തന്നെയാണ്. കാരണം അന്നത്തെ കാലത്ത് അറിയാലോ, ജീവിതം ലൈക്ക് വെരി ഡിഫിക്കൽട്ടാണ് നാട്ടിലത്തെ സാഹചര്യങ്ങൾ. അപ്പം അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവിടെ നിന്ന് കയറി വരാനുള്ള ഒരു മനസ്സ് ഭയങ്കര വലിയൊരു മനസ്സാണ്. എല്ലാവർക്കും തോന്നല്ല. നമ്മൾ പത്തേമാരിയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇത് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഞാനത് എക്സ്ട്രാ വർഷങ്ങൾക്ക് മുന്നേ എന്നും കേൾക്കുന്നൊരു കഥയാണ്. അച്ഛൻ വന്ന അവിടെ നിന്ന് കയറിയതും 10-20 ദിവസം എടുത്തിട്ടാണ് അവർ ഗോർഫക്കാനിൽ എത്തുന്നത്. അവിടെ നിന്ന് പിന്നെ ഇത് അവർ പറഞ്ഞ ആ ചാടി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള നീന്തി കയറി കടന്നു. പിന്നെ തിരിച്ച് ദുബായിലെത്താൻ വീണ്ടും ഒരു 2 വീക്സോളം എടുത്തു. അതെ, അങ്ങനെയൊക്കെയാണ്. അത് ഒരു വലിയൊരു ജേണിയാണത്. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് കോൺഫിഡൻസ് ഹി ഹാഡ്. അപ്പം അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കും പഠിക്കാനുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരുപാട് മെസ്സേജാണത്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ UAE വന്നിട്ട് ഇപ്പോൾ ഒരു 16-17 വർഷമാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് മുൻപുള്ള UAE എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ വളർന്നവർ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്ത് പോയവരൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ സുകേഷിന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, എങ്ങനെയായിരുന്നു പെട്ടെന്നൊരു ക്വിക്ക് മെമ്മറി എന്ന് പറയുമ്പം എങ്ങനെയായിരുന്നു ആ ഒരു കുട്ടിക്കാലമൊക്കെ അബുദാബിയിൽ? ഇപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ കാണുന്ന ഒരു വികസനത്തിൻ്റെ ഒരു UAE ആണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്, ഈവൻ ബുർജ് ഖലീഫ ഉൾപ്പെടെ. സുകേഷിന് എന്താണ് പെട്ടെന്നൊരു ക്വിക്ക് മെമ്മറി വരുന്നത്? ഒന്ന് ലൈക്ക് നമ്മൾ കളിച്ചു വളർന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ എത്തിസലാത്ത് ഹെഡ് ഓഫീസിനടുത്ത്, നമ്മുടെ ഇലക്ട്ര സ്ട്രീറ്റിനടുത്ത്, ഹംദാൻ സ്ട്രീറ്റിനടുത്ത് അവിടെയുള്ള ഗ്രൗണ്ടുകൾ, മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻ്റെ ഓർമ്മയിൽ ലൈക്ക് ഒരു ദിറംസിന് ഞാൻ ഷവർമ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ദിറംസിന് ഷവർമ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ. ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും ഉണ്ട്? ഒരുപാട് ഫ്രണ്ട്സ് ആ കാലത്തിലുണ്ട്. അത് കൂടാതെ പിന്നെ ഗെയിൻ ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് പല സ്റ്റേജായിട്ടും ഇപ്പോൾ പല എമിറേറ്റ്സിലായിട്ടും ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ദുബായ് അബുദാബിയും പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ദുബായിൽ ജീവിച്ചവർക്ക് അബുദാബിയിലോ അല്ലെങ്കിൽ അബുദാബി ജീവിച്ചവർക്ക് ദുബായിലോ മീൻസ് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. ഈവൻ എല്ലാതും ഒരുപോലെ ആണെങ്കിൽ പോലും രണ്ടും രണ്ട് കൾച്ചറാണല്ലോ. അപ്പം അങ്ങനെ തോന്നാറുണ്ട്, അങ്ങനെ ഒരു വ്യത്യാസം എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? അത് സ്വാഭാവികമാണ്. നമ്മളിപ്പം ഏത് നാട്ടിൽ എവിടെ വളർന്നാലും നമുക്ക് ആ ഒരു നാട്ടിലൊരു ശൈലി, ഒരു പീസ് ഓഫ് മൈൻഡ് പല സ്ഥലവും പല ഓരോരുത്തരും ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ വളർന്നു കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമുക്ക് ഒന്നുകൂടെ അറ്റാച്ച്മെന്റ് അബുദാബിയിൽ ഉണ്ടായിരിക്കും. സ്വാഭാവികമാണ്. ഒരു അബുദാബി റാസൽ ഖൈമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റാണ് അവിടെ. പക്ഷേ ദുബായ് ഒന്നുകൂടെ ലീഡിംഗ് ആണ്. ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് പോയത്. അവിടുന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് തിരിച്ചു വരുന്നു, ഇവിടെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ ബിസിനസ്സിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതെന്തായിരുന്നു? എങ്ങനെയാണ് തനിക്ക് ബിസിനസ് പറ്റും എന്നുള്ളത് സുകേഷിന്റെ മൈൻഡിലേക്ക് വരുന്നത്? ഞാൻ ലൈക്ക് ഐ വാസ് വർക്കിംഗ് ഫോർ എൻ അമേരിക്കൻ കമ്പനി. ലൈക്ക് ഞാൻ IBM ആണ്. അപ്പം എൻ്റെ പ്രൊഫഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോ ബൈ പ്രൊഫഷൻ അത് ഐ എം എ പ്യുവർ ഹാർഡ് കോർ ഡേ നൈറ്റ് ഫുൾ ടൈം പ്രോഗ്രാമിംഗ് കോഡിങ് ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു മാസീവ് ഷിഫ്റ്റ് എടുക്കാനുള്ളൊരു റീസൺ ഐ തോട്ട് ഓക്കെ ഐ വാണ്ട് ടു ഡു സംതിങ് ബിഗ്, സംതിങ് ഡിഫറെൻറ്റ്.
അതിന് ഗിവ് മീ ലൈക്ക് ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ അതിൻ്റേതായിട്ടുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും റൈറ്റ് മെൻറ്ററും ഓക്കെ. അത്യാവശ്യം കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ഒരു അറിവ് കൊണ്ട് മാത്രം ആ ഒരൊറ്റ കോൺഫിഡൻസ് കൊണ്ടും പിന്നെ ഓഫ് കോഴ്സ് അച്ഛൻ അവിടെ ഓൾവേസ് യു എയിൽ ഉണ്ടായിരുന്നു. സോ ഐ ഗോട്ട് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ലൈക്ക് ലേണിംഗ് ഭാഗം എന്തൊക്കെ ചെയ്യേണ്ട യുനോ ദാറ്റ്സ് ഓൾവേസ് എൻ ഇൻസ്പിറേഷൻ. അങ്ങനെ ഒരു കമ്പൈൻഡ് ഡെസിഷനാണ് ടുഗെദർ ടു സ്റ്റാർട്ട് അപ്പ് എ ബിസിനസ്. 2008 അല്ലേ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ ഗ്ലോബൽ റിസഷൻ്റെ ഒരു സമയത്താണ് വീണ്ടും എല്ലാവരും ഇവിടുന്ന് പോകുന്ന ഒരു സമയത്താണ് സുകേഷ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്കിപ്പം എല്ലാവർക്കും ഒബ്വിയസ്ലി നമ്മൾ ജോലി കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ദുബായിലേക്ക് വരാനെടുത്ത ആ ഒരു ഡിസിഷൻ എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ ആ ഒരു സമയത്തെ കുറിച്ചൊന്നും ഞാൻ വറി ആയിട്ടില്ല. ഐ വാസ് ഓൺലി വറീഡ് അബൌട്ട് മീ. എന്നെക്കുറിച്ച് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അപ്പം ലൈക്ക് എൻ്റെ ഒരു കൺസേൺ ഞാൻ അന്ന് എന്തായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ ഒരു ചോദ്യം എന്നിലുണ്ടായിരുന്നത് ഇനി എന്താവണം എന്നുള്ളതായിരുന്നു. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ ഐ നീഡ് ടു ടേക്ക് ആൻ എക്സ്ട്രാ റിസ്ക്. അപ്പം ഞാൻ ഒരു പ്യുവർ ഹാർഡ് കോർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന നിലയിൽ 24/7 ഓഫീസിനകത്തിരുന്ന വർക്കായിരുന്നു. അവിടെ നിന്ന് ഞാൻ തീരുമാനിച്ചു എന്തായാലും സെയിൽസിലേക്ക് ഇറങ്ങാം. അതുതന്നെയായിരിക്കും ഒരു പക്ഷേ സെയിൽസിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. പക്ഷേ ഐ തോട്ട് ഓക്കെ അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ അതിന് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ നമുക്ക് ബുക്സാണ്. അപ്പം സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ബുക്സുകളൊക്കെ വായിച്ച് ഏകദേശം ഒരു ഫണ്ടമെൻ്റൽ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ദെൻ ഐ തോട്ട് ഓക്കെ ലൈക്ക് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. അതൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി, സംതിങ് വിച്ച് ഐ ക്യാൻ ഡു. അങ്ങനെയാണ് ഞാൻ അപ്പോഴത്തെ ഒരു മാർക്കറ്റിലെ സിറ്റുവേഷനൊക്കെ അറിയാം. പക്ഷേ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, സുരേഷ് നീ ഈ സമയത്ത് അങ്ങോട്ട് പോണതേ ബുദ്ധിയല്ല ദുബായിലേക്ക്, കാരണം എല്ലാവരും റെസിഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമല്ലേ. ഞാൻ ജസ്റ്റ് ഐ സെറ്റ് ലൈക്ക് യുനോ ലെറ്റ് മീ മൂവ്. അങ്ങനെ ഒരൊറ്റ തീരുമാനം ഐ ഹാവ് ഡിസൈഡഡ് ആൻഡ് മൂവ്ഡ് ഔട്ട്. ഓക്കെ. നല്ല ജോബിൽ നിൽക്കുമ്പോൾ, നല്ല സാലറിയുടെ ജോബിൽ നിൽക്കുമ്പോഴാണ് അങ്ങനെ ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്. മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 3 months ഫോർമുല എന്നുള്ളതുണ്ട്. എന്താണ് ആക്ച്വലി, അതാണോ ഒരു പില്ലർ എന്ന് പറയുന്നത്? അത് ലൈക്ക് ബേസിക്കലി നമുക്ക് ഇപ്പോൾ ഒരു പുതിയൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പം ഐ ഓൾവേസ് കൺവേ ദിസ് മെസ്സേജ്. അതായത് ഒരു 3 മാസം അല്ലെങ്കിൽ 3 വർഷത്തേക്ക് നമ്മൾക്ക് ഉള്ളൊരു പ്ലാൻ ഇടുക 3 yearsന്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു 3 months നമ്മൾ ഒന്ന് പ്രപ്പോസ് ലൈക്ക് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കുക. അറിയാത്ത എന്തും പഠിച്ചെടുക്കാൻ ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് പഠിച്ചതിന് ശേഷം നമ്മൾക്ക് അതിനുള്ളൊരു ഒരു 3 years പ്ലാൻ ഇട്ടാൽ എനിത്തിങ് ക്യാൻ സക്സീഡ്, എനിത്തിങ് ക്യാൻ വർക്ക് ഔട്ട്. കാരണം 3 വർഷമാണ് സാധാരണ എന്തിൻ്റെയും ഒരു വിജയം. പരാജയം ആയിക്കോട്ടെ വിജയം ആയിക്കോട്ടെ. അപ്പം 3 വർഷത്തിൽ ഇഫ് യു പുട്ട് യുവർ ടൈം ഡെഫിനറ്റ്ലി നമ്മൾ സക്സസ്ഫുൾ ആവും. അത് കൺസിസ്റ്റൻസി ഉണ്ടായാൽ മതി. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലേ? കൺസിസ്റ്റൻസി എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളൊരു വേർഡാണ് ഈവൻ ബിസിനസ്സിൽ. ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകാം, പക്ഷേ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണോ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്? എങ്ങനെയാണ് സുകേഷിൻ്റെ ഒരു സക്സസ്ഫുൾ ബിസിനസ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താൽ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകണം. ആ ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ഗോൾ ഉണ്ടാവണം. ആ ഷോർട്ട് ടേം ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു 3 yearsൻ്റെ ഉള്ളിൽ നമ്മൾ എന്താവണം, അതാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. ലോങ് ടേമിൽ ദാറ്റ് ഇസ് സംതിങ് എബവ് ദാറ്റ്. പക്ഷേ ഒരു 3 yearsൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് ടേം ഗോൾ വെച്ചാൽ പിന്നെ നമ്മുടെ സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെയാണിത്. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല. നമ്മൾ അവിടേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചെക്ക് ലിസ്റ്റ് നമ്മൾ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, നമ്മളിൽ ഫോളോ അപ്പ് ചെയ്യുക. അത് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും എന്തും അച്ചീവ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഐ ഹാവ് ആക്ച്വലി like multiple areas I have been expanded, that is something which we can always do. ഈ 10x എന്ന് പറഞ്ഞ് നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതായത് 10 ഇരട്ടി അല്ലെങ്കിൽ 10 മടങ്ങ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഉള്ള ആ ഒരു ആശയം നമുക്ക് തരുന്ന ഏറ്റവും ചെറിയൊരു പേരാണ് 10x. ആക്ച്വലി സുകേഷ് 10x എന്താണ് ആക്ച്വലി 10x? എങ്ങനെയൊക്കെയാണ് ഇപ്പം നിങ്ങളുടെ ബിസിനസ്? 10x ആണ് നമ്മുടെ ഗ്രൂപ്പ് കമ്പനി. ഇറ്റ്സ് എ ഗ്രൂപ്പ് കമ്പനി. സോ 10x ഇസ് എ ഗ്ലോബൽ ബ്രാൻഡ്, ഗ്ലോബൽ കമ്പനിയാണ്. നമ്മൾ US-ലാണെങ്കിൽ ഹ്യൂസ്റ്റണിലുണ്ട്, മയാമി, പിന്നെ കാനഡ, അതുപോലെ തന്നെ നമുക്ക്
പ്രസൻസ് ഇൻ ഒമാൻ, UAE ആൻഡ് ഹൈദരാബാദിൽ നമ്മുടെ ബാക്ക് ആൻഡ് ഓഫീസ് ഉണ്ട്. ഓക്കെ. അത് പുറമെ ഇപ്പോൾ നമ്മളിപ്പം ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ബാക്ക് നമ്മൾ ഓൾസോ സ്റ്റാർട്ടഡ് അവർ സൗദി ബ്രാഞ്ച്. അപ്പം ആസ് എ ഗ്രൂപ്പ് നമ്മൾ വി ആർ ഇൻ ടു ടെക്നോളജി, AI, ഓക്കെ. SAP അല്ലെങ്കിൽ ERP, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ടെക്നോളജി വിങ് ഉണ്ട്. ദെൻ വി ഹാവ് 10x പ്രോപ്പർട്ടീസ് വിച്ച് ഇസ് എ റിയൽ എസ്റ്റേറ്റ് ഫേമാണ്. അതിനകത്ത് അതെ, അതിനകത്ത് ബേസിക്കലി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ ലൈക്ക് ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ലാൻഡ് അക്വിസിഷൻ. അതിന് പുറമെ നമ്മൾ വി ഓൾസോ വർക്ക് വിത്ത് ഓൾ ദ ഡെവലപ്പേഴ്സ് ഹിയർ. നമുക്ക് ലൈക്ക് വീടുകൾ, അത് എന്ത് തരത്തിലുള്ള വീടായാലും വി ഓഫർ ലൈക്ക് ടൗൺ ഹൗസ്, വില്ലാസ്, സ്റ്റുഡിയോസ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ. അത് ആണ് 10x പ്രോപ്പർട്ടീസിൽ. ദെൻ വി ഹാവ് 10x സ്പോർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, ഒരു മീഡിയ, മെറ്റ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, പ്രൊഡക്ഷൻ ഒരു കമ്പനി ഉണ്ട് വിച്ച് സ്പോർട്സ്, വൈറ്റ് എലിഫൻ്റ് എന്നൊരു ബ്രാൻഡിൽ. ദെൻ വി ഹാവ് 10x ലീഗൽ ഫേം, ലൈക്ക് അങ്ങനെ ഒരു 4 എൻറ്റിറ്റിയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മളിപ്പം നേരത്തെ പറഞ്ഞതിനാണ്, അതായത് ഇവിടേക്ക് വരുന്ന ആളുകൾ ഇപ്പം ഈ അടുത്തൊരു ജനറേഷൻ്റെ ഒരു കാലം കൂടിയാണ്. അതായത് പുതിയ പുതിയ ജനറേഷൻസ് ഇവിടെ വരുന്നു. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന പുതിയ ബിസിനസ്സുകാരെ സംബന്ധിച്ച് സുകേഷിന് എന്താണ് പറയാനുള്ളത്? ഈ ഒരു 10x പ്രോപ്പർട്ടീസ് നിൽക്കുന്നു, കുറഞ്ഞ കാലം കൊണ്ട് UAE പ്രോപ്പർട്ടി രംഗത്ത് ഒരു ഇടം നേടാൻ കഴിഞ്ഞ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയിൽ ഹാർഡ് വർക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഗോളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാലും ഇതിൻ്റെ പുറകിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ പാതി വഴിയിൽ ഇട്ടിട്ട് പോവാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണോ ഒരാളോട്, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ഒരാളോട് സുകേഷിന് പറയാനുള്ളത്? നമുക്ക് ഞാൻ പറയല്ലോ, നമുക്കൊരു പെർട്ടിക്കുലർലി ഒരു ഗോൾ ഫസ്റ്റ് സെറ്റ് ചെയ്യണം, വേർ യു വാണ്ട് ടു ബി. ഓക്കെ. അത് സോളിഡ് പ്ലാൻ ആണെങ്കിൽ, അതിനൊരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദൈവാനുഗ്രഹം, അതിൻ്റെ അപ്പുറം നമ്മളെ ഭാഗത്ത് നിന്ന് ഇടാനുള്ള എഫേർട്സ് ഇട്ടാൽ ഓക്കെ. ആൻഡ് ഇഫ് യു ഹാവ് എ സോളിഡ് പ്ലാൻ ഇൻ പ്ലേസ്, തിങ്സ് വിൽ റോൾ, തിങ്സ് വിൽ മൂവ്. അത് ആ സോളിഡ് പ്ലാൻ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ ഒരു ചെക്ക്, ആ ഒരു ചെക്ക് നമ്മൾ തേർഡ് പാർട്ടി അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്താൽ, ഒരു അഡ്വൈസ് എടുത്താൽ, ദെൻ ഇഫ് യു ആർ ഫോളോയിങ് ദ റൈറ്റ് ബിസിനസ് പ്ലാൻ, എനിത്തിങ് വിൽ വർക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൺസിസ്റ്റൻസി പറഞ്ഞു ഓൾറെഡി. പിന്നെ ഇത് നമ്മൾ റെഗുലറായിട്ട് രാവിലെ എഴുന്നേറ്റ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകണം. രാവിലെ എഴുന്നേറ്റ് ഓടാനുള്ള ഒരു മനസ്സുണ്ടാകണം. പിന്നെ നമ്മളൊരു 9 to 6 മൈൻഡ് ആവരുത്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് സക്സസ്ഫുൾ ആവും. പക്ഷേ ഹൗ ഫാസ്റ്റ് യു വാണ്ടഡ് ടു ബി, ഏറ്റവും പ്രധാനം നമ്മുടെ ഗോൾ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം, അല്ലേ? നമ്മൾ അവിടേക്ക് എത്താനുള്ള ഒരു പരിശ്രമം എന്തായാലും നമ്മളെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവണം എന്നുള്ളത്, എന്താകണം എന്നുള്ളത് കറക്റ്റ്. ആദ്യം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ കമ്പനിയാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ നമ്മളന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഡോർ ടു ഡോർ, അതായത് സെയിൽസിലേക്ക് വരുന്നു, ഓരോ കമ്പനിയിലും പോയി. അപ്പോൾ അങ്ങനെ ഒരു തുടക്കമായിരുന്നു. എങ്ങനെയാണ് ഇപ്പം അത് ആലോചിക്കുന്നത്? അതെ, അത് ലൈക്ക് എന്നെ വെച്ചിടത്തോളം ഞാൻ വരുന്നത് എംപ്റ്റി ഹാൻഡ്സിലാണ്. ഇവിടെ എനിക്ക് അറിയുന്ന ആരും പിന്നെ ഇല്ല. കാരണം ലൈക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ലൈക്ക് നാട്ടിൽ സെറ്റിലായിരുന്നു. സോ ദാറ്റ് എനിക്കിവിടെ വരുമ്പം ദർ ഇസ് നോ വൺ ഹിയർ. അപ്പോൾ പിന്നെ നമുക്ക് അറിയുന്നവരായിട്ട് ആരും ഇല്ല. അപ്പോൾ പിന്നെ ഒരൊറ്റ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ഐ ഹാവ് ആക്ച്വലി റെഡ് ഇൻ വൺ ബുക്ക്, ഒരു പുസ്തകത്തിനകത്ത്, അതും വലിയൊരു കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ അറിയാവുന്ന, ഇപ്പം ജസീത്തോട് ചോദിക്കുക, ജസീക്ക് ഇപ്പം UAE ഇപ്പോൾ എത്ര പേര് അറിയാം? അപ്രോക്സിമേറ്റ് എത്ര പേര് അറിയായിരിക്കും? ആവറേജ് ഒരു 1000 പേര് കുറവായി, നമുക്ക് 1000 എടുക്കാം. അപ്പോൾ നമ്മൾ ഈ അറിയുന്നവരടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ബിസിനസ് സംസാരിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ജസീക്ക് ഇനി എത്ര പേര് അറിയില്ല UAE? അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അതാണ് ബേസിക് ഫോർമുല. ഓക്കെ. അപ്പോൾ യു സ്റ്റാർട്ട് ഗോയിങ് ടു ദം, അവിടെ യു വിൽ സക്സീഡ്. അപ്പോൾ ഞാൻ ആലോചിച്ചു വാട്ട് ഇസ് ദ ബെസ്റ്റ് വേ ടു റീച്ച് ദം. അവർ ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണ്? ഡോർ ടു ഡോർ. ലൈക്ക് പോയാൽ ഒന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. പ്രത്യേകിച്ച് ഒറ്റ ആളായിട്ടൊരു കമ്പനി തുടങ്ങുന്നു, എന്നിട്ട് അതിന്റെ സെയിൽസിന് അവനവൻ തന്നെ ഇറങ്ങുകയാണ്, ഓരോ ഡോർ ടു ഡോർ എന്നുള്ള രീതിയിൽ, അല്ലേ? അതെ, ദാറ്റ്സ് വാട്ട് ലൈക്ക് അതാണ് ഈ ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മളിപ്പം ഷെയ്ഖ് സായിദ് റോഡിൽ ഞാനിപ്പം കയറാത്ത, സത്യം പറഞ്ഞ ഒരൊറ്റ ബിൽഡിംഗ് പോലും ഇല്ല. 2009 മുതൽ 2017 വരെ, അതായത് ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ മുതൽ ലാസ്റ്റ് FAB അല്ലെങ്കിൽ ജവലാലി സ്റ്റേഷൻ വരെ ഉള്ള ഒരൊറ്റ ബിൽഡിംഗ് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. കാരണം വെൻ ഐ സ്റ്റാർട്ടഡ്, കാരണം ഐ ഗോ നോക്ക് ദി ഡോർ, ദേ ഓപ്പൺ. ഒന്നെങ്കിൽ നമുക്ക് റിജക്ഷൻ വരും,
വിച്ച് ഇസ് ഫൈൻ. അല്ലെങ്കിൽ അവർ ആരാണ് നിങ്ങൾ എന്താണ്, സോ ഐ സേ ഐ ഇൻട്രൊഡ്യൂസ് ദിസ് ഇസ് വാട്ട് ഐ ഡു, നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്നലെ നാളെ അവർ നമ്മൾ ഓർക്കും. അത് എപ്പോഴേലൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ വിളിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് സെയിൽ ഐ ക്രാക്ട്. ഓക്കെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതും ഒരു മിറക്കിൾ, അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കുന്തോറും നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. എങ്ങനെയായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ, ഐ ആം വെരി കോൺഫിഡൻറ്റ്. ലൈക്ക് നമുക്ക് എന്തായാലും 100 പേരിൽ ഞാൻ മീറ്റ് ചെയ്താൽ എന്തായാലും 10 പേര് യെസ് പറയും. അതിൽ 2 പേര് നമ്മളുടെ അടുത്ത് മേടിക്കും, അല്ലെങ്കിൽ 2 പേര് നമ്മളെ ക്ലയൻ്റായി മാറും. അത് ഒരു യൂണിവേഴ്സൽ ഫോർമുലയാണ്. ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ ഷുവർ. അപ്പോൾ അതാണ് ഒരു ബേസിക് വിശ്വാസം. അതുപോലെ തന്നെ എനിക്ക് ഇതുപോലെ ഞാൻ 2009 കഴിഞ്ഞതിന് ശേഷം 10-ലോ 11-ലോ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡീൽ വാസ് ബീൻ ക്രാക്ട്. ആ ക്ലയൻറ്റ് മാഗ് എന്ന പേര് ഇപ്പോഴും എൻ്റെ ക്ലയൻറ്റാണ്, ഈവൺ ഇന്നും എൻ്റെ ക്ലയൻറ്റാണ്. അതെ, അത് സംതിങ് ഇങ്ങനെ പോകുന്നു, ഡോർ നോക്ക് ചെയ്യുന്നു. ദെൻ ഈ സൈഡ് ആസ്റ്റ്, ഓക്കെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഐ സെഡ് ഐ എം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓക്കെ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് വിച്ച് ക്യാൻ ഹെൽപ്പ് യുവർ കംപ്ലീറ്റ് ഓട്ടോമേഷൻ in construction. They are into construction contracting company. അപ്പോൾ കോൺട്രാക്ടിങ് കമ്പനികൾക്ക് ഭയങ്കര കുറച്ച് കോംപ്ലക്സ് ബിസിനസ്സാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അതിനകത്ത് ഒരുപാട് മാൻ റിസോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ പറഞ്ഞാൽ ഇത്രയധികം എംപ്ലോയീസ് ഉള്ളപ്പം ഒരു 10 പ്രൊജക്റ്റ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് വൈസ് അവർക്ക് ഒരു കോസ്റ്റ് ഷീറ്റ് കിട്ടണം, അല്ലെങ്കിൽ എക്സ്പെൻസ് കിട്ടണം. അപ്പം ഒരു സെയിം വ്യക്തി 10 പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് എടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഐ സെഡ് സംതിങ് ഐ ഹാവ് എ സോഫ്റ്റ്വെയർ, വൈ ഡോണ്ട് യു ലുക്ക് ഇൻ? അപ്പോൾ പുള്ളി ഒരു നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പോകുന്നു, എല്ലാം കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്ത് ഡെമോ ഒക്കെ പിടിച്ച് കംപ്ലീറ്റ് പഠിച്ച് പോയി കാണിക്കുന്നു. ആൻഡ് ഹി സെഡ്, സുകേഷ്, ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ് അറ്റ്. ഒറ്റ വാക്കാം. പിന്നെ പിറ്റേ ദിവസം എനിക്ക് എൻ്റെ ഫസ്റ്റ് $36,000 ഫസ്റ്റ് പ്രോജക്റ്റ് എനിക്ക് അന്ന് കിട്ടി. അപ്പം ദാറ്റ് വാസ് എ ഫസ്റ്റ് ഡീൽ ഐ ഗോട്ട്. പിന്നെ പിന്നെയാണ് നമ്മൾ എക്സ്പെൻസിലേക്ക് ഇറങ്ങുന്നത്, അതായത് നമ്മൾ കമ്പനിക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ഓൺ എ വെരി മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് സൈൻ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ടീമിനെ ബിൽഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ക്യാൻ ഹാവ്, കാരണം നമുക്കൊന്നും ഫണ്ട് ചെയ്യാൻ വി ഡോണ്ട് ഹാവ് ഫണ്ടേഴ്സ് അല്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് മണി ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പോൾ ഞാൻ ആൻസർ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റൂ എന്നുള്ളത് തെറ്റായൊരു ചിന്താഗതിയാണ്. സത്യത്തിൽ പൈസ വേണ്ട ടു സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പം അത് യു ഹാവ് ടു ഫൈൻഡ് എ വേ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയുള്ളൂ, ബിക്കോസ് യു നോ യുവർ സ്കിൽസ്. ആ സ്കില്ല് വെച്ചിട്ട് യു ഷുഡ് ട്രൈ ദിസ് ആൻഡ് ഇറ്റ് വർക്ക്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങുന്നു, അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് നോക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് എപ്പോഴാണ് വരുന്നത്? അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു സോഫ്റ്റ്വെയർ തുടങ്ങിയതിന് ശേഷം എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15-ൽ കൂടുതൽ ഇൻഡസ്ട്രീസ് ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസ്ഡ് ആൻഡ് എക്സ്പ്ലോർഡ്. അതായത് 15-ൽ കൂടുതൽ ഡിഫറെൻറ്റ്, ഇപ്പോൾ നമ്മളിപ്പം ഫാമിംഗ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഇവിടെ എനി FMCG കമ്പനി ആയിക്കോട്ടെ, റീറ്റെയിൽ കമ്പനി ആയിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, എനി ഫുഡ് പ്രോഡക്ട്സ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് എനിക്കുണ്ട്. ഒരു 1000-1500 ക്ലയൻറ്റ്സ് എനിക്ക് അതിൽ ഒരു 4-5 വർഷം കൊണ്ട് ഐ ഹാവ് ബിൽഡ്. അപ്പം ഈ 1000-1500 ക്ലയൻറ്റിലും ഓരോരോ ഇൻഡസ്ട്രി എടുത്താലും ഒരു 15-ൽ കൂടുതൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പം ഇതിലൊക്കെ എക്സ്പീരിയൻസ് വന്നപ്പം ഐ ആം ഏബിൾ ടു സെർവ് മെനി തിങ്സ്. പിന്നെ അതിൻ്റെയൊക്കെ ഡിജിറ്റൽ നമ്മുടെ ബ്രാൻഡിങ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പം ഐ ഓൾസോ ഗോട്ട് ഇൻ ടു റിയൽ എസ്റ്റേറ്റ്. Then I started selling to real estate people, branding side. Then I thought, okay, ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, then why not I pick one more domain, which is real estate. അങ്ങനെയാണ് ഞങ്ങൾ 2013 I cracked my first real estate deal, which is in Business Bay. അത് ബിസിനസ് ബേയിൽ ബേ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിനകത്ത് ഒരു ഫസ്റ്റ് ക്ലോസ് ചെയ്തു. ഫ്രം ദർ I learned what is real estate. അങ്ങനെ അവിടുന്ന് തുടങ്ങിയത്. അപ്പോൾ അതിന് മുൻപ് തന്നെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യത്തെ ഒരു കമ്മീഷൻ ഒരു ബിരിയാണി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതെന്തായിരുന്നു ഒരു കഥ? അത് ഈ ഡീൽ തന്നെയായിരുന്നു. അത് ആക്ച്വലി നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ഇതിൻ്റെ ബിസിനസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ 2013 I got an opportunity for a client that പുള്ളിക്ക് ഒരു ഓഫീസ് സ്പേസ് വേണം. അപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഐ ക്യാൻ ഗെറ്റ് ഇറ്റ്, ഐ ഗെറ്റ് ഇറ്റ്. ഞാൻ അങ്ങോട്ട് പോയതാണ്.
I'll get it done. And I contacted a couple of brokers through other portal channels. അങ്ങനെ 4-5 വ്യൂവിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അവസാനം he decided he bought. അപ്പോൾ നമുക്ക് കോൺട്രാക്ട്സ് ഇപ്പോഴാണ് കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ പല കോൺട്രാക്ട്സും ഉണ്ട്. ലൈക്ക് നമുക്ക് നമ്മുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ ബയറെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഏജൻസിക്ക് കോൺട്രാക്ട് ബി എന്ന് പറഞ്ഞ സാധനമുണ്ട്, കോൺട്രാക്ട് എ ഉണ്ട്, ഇനി ക്ലയൻറ്റും എല്ലാവരും കൂടെ അഗ്രി ചെയ്യുന്ന ഒരു സാധനമുണ്ട് വിച്ച് ഇസ് കോൾഡ് കോൺട്രാക്ട് എഫ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ട്രക്കീസിൽ ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ട്, ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുണ്ട്. അതൊക്കെ നമുക്ക് ട്രക്കി സിസ്റ്റത്തിന് ഡൗൺലോഡ് ചെയ്ത് നമുക്കെല്ലാം ലീഗലായിട്ട് ചെയ്യാം. അപ്പോൾ അന്നതൊന്നുമില്ല. അപ്പോൾ അന്ന് സ്ട്രേറ്റ് അവേ നമ്മൾ ഞാൻ ഐ ഹാവ് ഫിക്സ്ഡ് ഇറ്റ് ആൻഡ് എഗ്രീഡ്. ആൻഡ് പിന്നെ ഫൈനലി എന്നെ പുള്ളി വന്നിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദാറ്റ്സ് ഗോയിങ് ടു ബി ദ ഫൈനൽ സെറ്റിൽമെൻറ്റ് മീറ്റിംഗ്. അങ്ങനെ ഒരു ബിരിയാണി കഴിച്ചിട്ട് പിരിഞ്ഞു. അപ്പം UAE സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ബിസിനസ് അനുഭവ പരിചയമുണ്ട്, ഇവിടെ ബോൺ ആൻഡ് ബോട്ടപ്പാണ്. അപ്പോൾ എന്താണ് UAE എന്ന് ആലോചിക്കുമ്പോൾ സുകേഷിൻ്റെ മൈൻഡിലേക്ക് വരുന്ന ഫസ്റ്റ് തിങ് എന്താണ്? ഫസ്റ്റ് ഞാൻ പറയില്ലേ, നമ്മുടെ ചൈൽഡ്ഹുഡ് ഇസ് ഓൾവേസ് ബ്ലെസ്ഡ്. അതായത് നമുക്കൊക്കെ ഇവിടെ പഠിക്കാൻ പറ്റുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ നമ്മുടെ ലൈക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടിയ ഒരു അവസരം ഇവിടെ പഠിക്കാനുള്ളൊരു അവസരം. പിന്നെ ലൈക്ക് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് ലൈക്ക് വീട്ടിലൊക്കെ വരുമ്പോൾ അച്ഛനൊക്കെ പോയിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഷർട്ട് എടുത്തിട്ട് ഇങ്ങനെ കുടയും. അപ്പോൾ കുടഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റിൽ നിന്ന് മണൽ വരും. റൈറ്റ്, സീരിയസ്ലി അതൊക്കെ ലിറ്ററലി ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് അത്രയധികം ആൾക്കാർ അവരൊക്കെ പുറത്ത് വർക്ക് ചെയ്തിട്ടും കാറ്റടിച്ചിട്ടും ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ ലൈക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ഫസ്റ്റ് ഡീൽ ഇസ് എ മെമ്മറബിൾ തിങ്. പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഫസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് UAE കിട്ടിയപ്പോൾ അന്നുണ്ടായൊരു സന്തോഷം. എത്രാമത്തെ ടെസ്റ്റിലാണ് കിട്ടിയത്? ഫസ്റ്റ് ടെസ്റ്റിൽ കിട്ടി. അബുദാബിയാണോ അതോ ദുബായ് ആണോ? ഞാൻ അബുദാബിന്നാണ്. അബുദാബിയിലായതുകൊണ്ട് പിന്നെ അബുദാബിയിൽ. എടുത്തു. അത് എല്ലാവർക്കും ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ലൈസൻസ് കിട്ടുമ്പോൾ ഭയങ്കര. അതെ, അതൊരു എടുത്തു പറയാൻ പറ്റാത്ത ഒരു അനുഭവം. പിന്നെ അതുപോലെ ലൈക്ക് നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഞാൻ പണ്ട് ബ്യൂക്ക് കാർ ഉണ്ടായിരുന്നു. അതിൽ ലൈക്ക് 5 ദിറംസിൽ ടാക്സിയിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ലൈക്ക് നമ്മൾ എത്തുമ്പം പറയും ട്രേഡ് സെന്റർ എത്തുമ്പോൾ കാണുന്ന കഥ നമ്മൾ ദുബായ് എത്തി എന്നുള്ളൊരു ഓർമ്മ. അതെ, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു ഐക്കണായിരുന്നു. ഇപ്പൊ മാറിയല്ലോ. ഇപ്പൊ എന്താണ്, അങ്ങനെ അബുദാബിയിലേക്ക് പോകാറുണ്ടോ? എങ്ങനെയാണ് ആ ഒരു സഞ്ചാരം? നമ്മളുണ്ട്. നമുക്ക് ഐ ആം ആക്ച്വലി ട്രാവലിംഗ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഐ ഓൾവേസ് ട്രാവൽ. അതിപ്പോൾ ഇവിടെയും ലൈക്ക് ഏതെങ്കിലുമൊക്കെ എമിറേറ്റ്സിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. കാരണം ഐ ഹാവ് ക്ലയൻറ്റ്സ് എവറിവെയർ. അപ്പോൾ അതുമായിട്ട് ഐ ഓൾവേസ് ട്രാവൽ. റിയൽ എസ്റ്റേറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ കയ്യിൽ കിട്ടിയിട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം, കഴിഞ്ഞ ദിവസമാണല്ലോ UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഒരു കണക്ക് അദ്ദേഹം പുറത്തുവിട്ടത്. അതായത് അത് പറയുന്നത് റിയൽ എസ്റ്റേറ്റ്, അതായത് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖല ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്? അതായത് വാടക സംബന്ധിച്ച് വാടക കൂടുമോ? പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഒരു വാല്യൂ എന്നുള്ളത് ഉയർന്നു പോകാനുള്ളൊരു സാധ്യത തന്നെയല്ലേ കാണുന്നത്? UAE മാർക്കറ്റിൽ അറിയാലോ, ഇപ്പം എല്ലാ എമിറേറ്റ്സും ഇസ് ഇൻ റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെർട്ടിക്കുലർലി എടുത്ത് പറയുകയാണെങ്കിൽ ദുബായ്, ഓഫ് കോഴ്സ്, അജ്മാൻ, അബുദാബി, അപ്പോൾ റാസൽ ഖേമ. അപ്പം വാടക എന്തായാലും കൂടും എന്നുള്ളതിനകത്ത് സംശയമൊന്നും വേണ്ട. അപ്പം സങ്കടമാണ്. അതെ, സങ്കടമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ട് വീട് മേടിക്കാൻ. വളരെ സിമ്പിളായിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാൻസ് തരുന്നുണ്ട്. ഡിഫറെൻറ്റ് ഡെവലപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം വാടക കൂടുന്നുള്ളതെന്നുള്ള സത്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ലൈക്ക് എപ്പോഴും ഓൾവേസ് നിങ്ങളിപ്പോൾ സെയിം വീട്ടിലോ സെയിം ഓഫീസിലോ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ദുബായിലാണ് താമസിക്കുന്നതിൽ 100% അവരുടെ ഇൻഡെക്സ് പ്രകാരം ഉള്ളൊരു ഗ്രോത്താണ് അല്ലെങ്കിൽ ഹൈക്കാണ് അവർ തരുന്നെങ്കിൽ വിച്ച് ഇസ് ഓക്കെ. പക്ഷേ 90% ആൾക്കാരും വൺ ഓർ അതർ വേ അവർ ബൈ മിസ്റ്റേക്ക് ചെക്ക് ചെയ്യാണ്ട് എന്താണോ നിങ്ങളെ ഓണർ തരുന്നത്, ബിൽഡിംഗ് ഓണർ തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുള്ളത്, കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, അവർ വാട്ട് എവർ ദേ പ്രൊപ്പോസ് നമ്മൾ ബൈ ഡിഫോൾട്ട് റിന്യൂ ചെയ്ത് പോകാറ പതിവ്. അതല്ലാന്നുണ്ടെങ്കിൽ അതായത് ദുബായ് റെന്റൽ ഇൻഡെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കിയാൽ നമുക്ക് എത്ര ശതമാനത്തോളം വാടക കൂട്ടാം. അത് ഏരിയ വൈസ് ഡിഫൈൻഡ് ആണ്. ഏരിയ അല്ലെങ്കിൽ പിന്നെ സൗകര്യങ്ങൾ, പല കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ അത് വരുന്നത് ഇൻഡെക്സ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പം വാടക കൂട്ടിയിരിക്കുന്നത് കൂടുതലാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഇത് കൂട്ടിയത് കൂടുതലാണ്, ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല, പലരും ചെക്ക് ചെയ്യുന്ന പോലുമില്ല. വാടക കൂട്ടാൻ ഓണർക്ക് അധികാരമുണ്ട്.
ലാൻഡ് ലോഡിന് അധികാരമുണ്ട്. അവരെത്ര കൂട്ടിയിടുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങൾ കോൺട്രാക്ട് ഒന്ന് എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 4-5 വർഷമൊക്കെയായിട്ട് അവിടെ താമസിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വർഷം നിങ്ങൾ ചെക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഡബിൾ ഹൈക്കിൽ നിങ്ങൾ റിന്യൂ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്തോളൂ. സോ അത് സംതിങ് ഏറ്റവും പ്രധാനപ്പെട്ടത് റിന്യൂ ചെയ്യുന്നതിന് മുൻപ് ചെക്ക് ചെയ്യണം. റിന്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ചെക്ക് പിന്നെ കാര്യമില്ല. കാരണം ലാസ്റ്റ് കോൺട്രാക്ട് എന്താണോ അത് ആ എമൗണ്ടിൽ നിന്ന് അന്നത്തെ റൂൾ പ്രകാരമുള്ള അന്നത്തെ ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അഗ്രി ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കൂടുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു 3 വർഷം നിങ്ങൾ അവിടെ താമസിച്ചു, ആദ്യത്തെ 2 വർഷം അയാൾ തോന്നിയ പൈസ ഇട്ടു, നിങ്ങൾ ആ പൈസക്ക് അഗ്രി ചെയ്തെങ്കിൽ പിന്നെ ഇനി വരുന്ന റിന്യൂവൽ ഇപ്പം എന്താണോ പ്രൈസ് അതിന്റെ മേലെ നിന്നുള്ള പ്രൈസ് ഒക്കെ കൂടുകയാണ്. അപ്പം നിങ്ങൾ ഓൾവേസ് ശ്രദ്ധിക്കാന്നുള്ളതാണ്. പിന്നെ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖല ഏറ്റവും പീക്കിലേക്ക് പോകും, പിന്നെ അവിടെ നിന്ന് അത് താഴേക്ക് വരും. അതായത് മാർക്കറ്റ് കറക്ഷൻ എന്നുള്ളൊരു കാര്യം എപ്പോഴും കേൾക്കാറുണ്ട്. ഇപ്പോൾ വീട് വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ഇതൊന്ന് കുറഞ്ഞോട്ടെ എന്ന് കരുതിയിരിക്കുന്നവരുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? കുറയാനുള്ള സാധ്യത ഉണ്ടോ? അല്ലേ, കുറയാനും ഞാൻ പറഞ്ഞല്ലോ, UAE മാർക്കറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ആണോ അല്ലേ? ലോകത്തു നിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വേണ്ട. കൂടും എന്നുള്ളത് തന്നെ സംശയമില്ല. അത് ഞാൻ പറഞ്ഞില്ല, ഒരു കറക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെക്കാളും 1000 മടങ്ങ് സ്ട്രോങ് ആണ് ഇപ്പം ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ. ഓക്കെ, അവർക്ക് ദേ ഹാവ് ബീൻ കംപ്ലീറ്റ്ലി കറക്റ്റഡ് ആൻഡ് മൂവിങ്. മനസ്സിലായില്ലേ? അവർക്കറിയാം എന്താണ് ഡിമാൻഡ്, എന്താണ് സപ്ലൈ. അവർക്ക് ആ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ സെർവ് ചെയ്യാൻ യൂണിറ്റ്സേ ഇല്ല. അതല്ലേ ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ വിത്തിൻ ഹവേഴ്സ് സാധനം വിറ്റ് പോകണം. അപ്പം ലൈക്ക് അത് വെറുതെ പറയുന്നതല്ല അത്. ആൻഡ് അതിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ്സും ഉണ്ട്. സോ അതൊക്കെ ജെന്യൂൻ ആണ്. അപ്പോൾ നമ്മൾ വാടക കുറയും അല്ലെങ്കിൽ അത് കാരണം വീട് മേടിക്കാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. വാങ്ങാനുള്ളൊരു സമയം, അതായത് കുറയുന്നൊരു സമയം ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ഓക്കെ കുറച്ചുകൂടി കറക്ഷന് കാത്തിരിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. മാത്രമല്ല ദുബായ് സൗത്തിലേക്ക് മൂവ് ചെയ്യുകയാണല്ലോ. മീൻസ് എയർപോർട്ട് അൽമക്തും എയർപോർട്ട് കൂടി ഫംഗ്ഷണൽ ആവുന്നതോടുകൂടി അപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് വരുന്നു. അപ്പോൾ സുകേഷിൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്ര ഡെവലപ്പേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് ഇവരുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഡെവലപ്പേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 2200-300 ഡെവലപ്പേഴ്സ് ഉണ്ട് ഓൾറെഡി മാർക്കറ്റിൽ. അതിൽ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് എപ്പോഴും ഉണ്ടാക്കണം. അതായത് ഞാനൊക്കെ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന സേഫ് ഡെവലപ്പേഴ്സ് ചെക്ക് ലിസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ അവരുടെ ഹിസ്റ്ററി എന്താണ്, അവർ എത്ര പ്രോജക്റ്റ് ഡെലിവർ ചെയ്തിട്ടുണ്ട്, ആരിൽ നിന്ന് എന്ത് മേടിക്കണം, ആരിൽ നിന്ന് മേടിക്കേണ്ട, എന്താണ് നോക്കണത്, ഏതൊക്കെ ലൊക്കേഷനിലാണുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഇപ്പോൾ 2200 ഡെവലപ്പേഴ്സ് ഉണ്ട്. ആൻഡ് ദുബായ് സൗത്ത് ഇസ് വൺ ഓഫ് ദ ഹാപ്പനിങ് ഏരിയ. ഇപ്പോൾ നമുക്കിപ്പോൾ ദുബായ് ട്രേഡ് സെൻറ്റർ ഉണ്ട്, അതിനടുത്താണ് നമുക്കിപ്പം വി ഹാവ് ദ പാം ജുമേറ. അതായത് ഇവിടെ ഒരു ഡൗൺ ടൗൺ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് ദാറ്റ് ക്ലോസ് ബട്ട് സ്റ്റിൽ. ബട്ട് ഇതേ ഒരു കോൺസെപ്റ്റ് ഒരു ഡൗൺ ടൗൺ നമുക്കിപ്പം മക്തും എയർപോർട്ടിൻ്റെ അല്ലെങ്കിൽ DWC അല്ലെങ്കിൽ ആ ഏരിയയിൽ വരാൻ പോവാണ്. വിച്ച് ഇസ് നമുക്ക് ഇതേപോലത്തെ പാം ജബലാലി ഉണ്ട്, അവിടെ തന്നെ നമ്മുടെ ട്രേഡ് സെൻറ്റർ അങ്ങോട്ട് മൂവ് ചെയ്തു. അങ്ങോട്ട് ഇനി ഫ്യൂച്ചറിൽ ദർ ഇസ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ. അപ്പോൾ എപ്പോഴും നമ്മൾ വീട് മേടിക്കുകയാണെങ്കിൽ ലൊക്കേഷൻ ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമല്ല എല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിപ്പം പല രീതിയിൽ ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം കൂടി ഉള്ളൊരു കാലം കൂടിയാണ്. അപ്പോൾ ഇത് ആരെ വിശ്വസിക്കണം? അത് അല്ലെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാമെന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി അഡ്വർടൈസ്മെൻറ്റ് വരുന്നൊരു കാലം കൂടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വീട് വാങ്ങിക്കാം അല്ലെങ്കിൽ മാറാമെന്ന് തീരുമാനം എടുക്കുന്നവർക്ക് സോ കൺഫ്യൂസിങ് ആണ്. എന്താണ് അത്തരം വാഗ്ദാനങ്ങൾ? അതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി. ലൈക്ക് നിങ്ങൾ ആരാണോ ഇതൊക്കെ നോക്കുന്നത്, മേടിക്കുന്നത്, ഓണർ ആരാണോ അവരാണ്. ദേ ഹാവ് ടു പ്രിപ്പയർ. നമ്മളെപ്പോഴും ഞാനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആസ് എ ഫസ്റ്റ് ഹോം ബയർ അവർക്ക് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അവരുടെ ഇൻകം മാറ്റേഴ്സ് എ ലോട്ട്. പിന്നെ അവർക്ക് എത്ര എലിജിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മളൊരു ബാങ്കിൽ ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊരു പ്രീ അപ്രൂവൽ എടുക്കണോ വേണ്ടേ, അങ്ങനെ ഒരുപാട് സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒക്കെ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യുമ്പം യു ഹാവ് എ കംഫർട്ട് ലൈഫ്. പിന്നെ നമുക്ക് യു ആർ ഓൾസോ ഹാവിങ് ലൈക്ക് ഒരു ഓഫ് പ്ലാൻ മേടിക്കുകയാണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടും. പിന്നെ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് പ്ലാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില ഡെവലപ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ലൈക്ക് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇളവുകളുണ്ട്, ഡിസ്കൗണ്ടുകളുണ്ട്. പിന്നെ ചില ഡെവലപ്പേഴ്സ് നമുക്ക് സ്പെഷ്യൽ പേയ്മെൻറ്റ് പ്ലാൻ തരുന്നുണ്ട്. ചില ഡെവലപ്പേഴ്സ് നിങ്ങൾ വീട്ടിലേക്ക് മാറിയിട്ട് ബാക്കി തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് നമ്മളെടുത്തുണ്ട്. സോ ദാറ്റ് വി ക്യാൻ ഓൾവേസ് ഗീവ് യു ദാറ്റ് റെഫറൻസ് ചെക്ക് ലിസ്റ്റ്. അതൊക്കെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് മേടിച്ചാൽ ഇറ്റ്സ് ഓൾവേസ് സേഫ്. ഏറ്റവും അത് തന്നെയാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു സെൽഫ് സ്റ്റഡി നടത്തണം എന്നുള്ളത് തന്നെയാണല്ലോ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. യു ഹാവ് ടു ഡു എ പ്രോപ്പർ ഡീപ് സ്റ്റഡി വിത്ത് എ പ്രോപ്പർ ചെക്ക് ലിസ്റ്റ്.
മാത്രമല്ല ചിലപ്പം പലരും വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് പറഞ്ഞ സമയത്ത് ഈ ഒരു വീട് അല്ലെങ്കിൽ വാങ്ങിയ വീട് നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതെ. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെയാണോ ഈ നമ്മൾ നേരിട്ട് ഡെവലപ്പറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ മിഡിലിൽ നിൽക്കാൻ ഒരാൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് സൗകര്യപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴാണോ? ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോക്കറേജ് കമ്പനി ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ യുവർ ലൈഫ് ഈസ് മച്ച് ഈസി. കാരണം നിങ്ങൾ ബ്രോക്കറേജ് കമ്പനിക്ക് കമ്മീഷൻ ഒന്നും കൊടുക്കുന്നില്ല. യു ആർ ഗെറ്റിംഗ് ആർ സർവീസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ. പിന്നെ രണ്ടാമത്തത് പൈസയിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു വ്യത്യാസവും ഇല്ല. പലരും അതാണ് പറയാറ്. കാരണം സെയിം പ്രൈസ് ആണ്. കാരണം ഒരു വ്യത്യാസം നിങ്ങൾ ബ്രോക്കറേജിന് കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ ബ്രോക്കറേജിന് ഡെവലപ്പേഴ്സ് ആണ് കെയർ ചെയ്യുന്നത്. സോ ദേ ടേക്ക് കെയർ ഓഫ് അസ്. പിന്നെ ഇപ്പോൾ നമ്മളിൽ നിന്ന് നമ്മളൊരു യുണീക്ക് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ 10x എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് നിൽക്കുന്നത് വെച്ചാൽ നമ്മളടുത്ത് കറക്റ്റായിട്ടുള്ള ഇൻവെൻട്രീസ് ഉണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് എന്തും ആയിക്കോട്ടെ, ആ ബഡ്ജറ്റിനുള്ള വീട്, അതിപ്പോൾ ഒരു ചെറിയ ഒരു 5 ലക്ഷത്തിൻ്റെ ഒരു വീടായാലും 5 മില്യൻ്റെ ആയാലും 50 മില്യൻ്റെ വീടായാലും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ആ ഒരു ഇൻവെൻട്രി നമ്മുടെ സ്ട്രെങ്ത് ആണ്. രണ്ട്, നാളെ നമുക്ക് ഈ വീട് മറിച്ച് വിൽക്കണമെങ്കിൽ വി ഡു ഇറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ യു. മനസ്സിലായില്ല? ആ നമ്മളിവിടെ മേടിച്ച വീട് നമ്മൾ മറിച്ച് വിൽക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട്. പിന്നെ നാളെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും. പിന്നെ നാളെ നമ്മൾ മേടിച്ച വീട്ടിലേക്ക് നമുക്ക് ഒരു ടെനന്റിനെ ആക്കി തരണമെങ്കിൽ അതും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്നാഗിങ്. പിന്നെ ഒരു പ്രോപ്പർട്ടി മേടിച്ചതിന് ശേഷം നാളെ ഈ പറഞ്ഞ രീതിയിൽ ഡെവലപ്പർ ഡിലേ ആക്കി എന്ത് ചെയ്യും? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവർക്ക് നമ്മൾ സൈൻ ചെയ്ത SPL, അതായത് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട് ഡെവലപ്പർ ഞങ്ങളൊരു പക്ഷേ ഡിലേ ആയാൽ ഞങ്ങൾ 1 വർഷം വരെ ഞങ്ങൾ എന്തെങ്കിലും സമയം മേടിക്കും. അത് ഓൾറെഡി ഉണ്ട് ബൈ ഡീഫോൾട്ട്. 6 മുതൽ 12 മാസം വരെ സമയം കൊടുത്തിട്ടുണ്ട്, ലീഗലി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ബ്രോക്കറേജ് ഫേം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് ബി വിത്ത് യു. ഒരു മൾട്ടിപ്പിൾ വേസ് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിൾ. അതായത് നമുക്ക് മേ ബി മെയിൻ്റെനൻസിൽ നമുക്ക് ആ എമൗണ്ട് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബിഹാഫ് ഓഫ് യു നമുക്ക് അവരോട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് വി ക്യാൻ ബൈ എ കോമ്പൻസേഷൻ ഫോർ യു. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. മനസ്സിലായി? മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആർ ടു സേവ് യുവർ റൈറ്റ്സ്. അതിന് എപ്പോഴും 100% ഒരു ഏജൻറ്റ് കമ്പനി നിർബന്ധമായിട്ടും വെക്കുക. സോ ദാറ്റ് യു ഹാവ് ആൻ എക്സ്റ്റൻഡഡ് ഹാൻഡ്. കാരണം പേയ്മെൻറ്റ് അലോക്കേഷൻസ് ചിലപ്പോൾ ഒരു മാസം നമുക്ക് പേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യും? സോ ദാറ്റ് സംബഡി ഹാസ് ടു വർക്ക് ഓൺ ഇറ്റ്, സംബഡി ടു ഹോൾഡ് ഇറ്റ്. കാരണം ഒരു ഡെവലപ്പർ അടുത്ത് നമ്മളിപ്പോൾ ഡയറക്റ്റ് പോയി മേടിച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അവിടുത്തെ ഒരു RM ആയിട്ടായിരിക്കും. അപ്പോൾ ആ RM ആ കമ്പനിയിൽ നാളെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായില്ലേ? അവർ ദേ വിൽ കീപ് ഗെറ്റിംഗ് ജോബ് ആൻഡ് കീപ് ചേഞ്ചിങ് ഇറ്റ്. അപ്പോൾ ഓൾവേസ് എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഏജൻസി ഹാസ് ടു ബി ദർ ഇൻ ബിറ്റ്വീൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സെക്ടറിലും സാന്നിധ്യമുണ്ട്. ഈവൻ നമ്മൾ കഴിക്കുന്ന ഒരു ബർഗറിൽ വരെ സാന്നിധ്യം. അപ്പോൾ എങ്ങനെയാണ് അതെല്ലാം കൂടി മാനേജ് ചെയ്ത് പോകുന്നത്? എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളെ കാണുന്നത്? അതിന് ആസ് ഐ മെൻഷൻ ടു യു, നമുക്ക് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കമ്പനി വിച്ച് ഈസ് ലൈക്ക് നമ്മുടെ ഫാമിംഗ് സൊല്യൂഷൻസ്. അത് AI ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാം ഉണ്ട്, വിച്ച് ഈസ് അഗെയിൻ അർമില എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുത്തെ ലൈക്ക് സോഫ്റ്റ്വെയർ ഓട്ടോമേഷനൊക്കെ നമ്മളാണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ IT സോഫ്റ്റ്വെയർ. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു പോകരുത്, കാരണം UAയുടെ ഒരു പ്രൗഡ് പ്രൊജക്റ്റ് കൂടിയാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു. അല്ല, അത് ആക്ച്വലി റൈറ്റ്, ലൈക്ക് UAE വാണ്ട്സ് എല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഇവിടെ തന്നെ ഗ്രോ ചെയ്യണം. നമ്മുടെ എന്നുള്ള രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടൊരു മലയാളി വരാന്ന് പറയുന്നത് ഇത്ര ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് സുകേഷ് പറഞ്ഞതുപോലെയല്ല, നമുക്ക് തന്നെ പ്രൗഡ് ആവുന്ന ഒരു മൊമെന്റ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് കാര്യങ്ങൾ? അത് ഞങ്ങൾ ലൈക്ക് 2000 കോവിഡ് ടൈമിലാണ് നമ്മൾ ആ ഫസ്റ്റ് പ്രൊജക്ട് സൈൻ ചെയ്യണത്. ആൻഡ് അത് ഇറ്റ്സ് അലൈൻ റോഡ് ഇൻ ദുബായ്. വലിയൊരു ഫാമാണ്. അതിനകത്ത് 2 റോബോട്ട്സ് ഉണ്ട്. ആ റോബോട്ട്സാണ് കംപ്ലീറ്റ് ഫാമിംഗ് ചെയ്യുന്നത്. അതെ, അത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. അതിനകത്ത് ലൈക്ക് ലെറ്റ്യൂസ്, ക്യുക്കുംബർ, ടൊമാറ്റോ, ക്യാപ്സിക്കം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ഫാം ചെയ്യാണ്. അത് ഈ പറഞ്ഞ സീഡിങ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെ അതിനകത്ത് ആ ഒരൊറ്റ കംപ്ലീറ്റ് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ അതിന് കംപ്ലീറ്റ് ചെടികളെല്ലാം ഉണ്ടാവുന്നത് വെള്ളത്തിലാണ്, വിച്ച് ഇസ് ഹൈഡ്രോപോണിക് ഫാമിംഗ്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് വേണ്ട പ്രോപ്പർ ന്യൂട്രീഷൻസ് ഒക്കെ കൊടുത്ത് ആൻഡ് ഇറ്റ് ഗ്രോസ് ദർ. അത് കറക്റ്റും എല്ലാ 30-35 ദിവസത്തിൽ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് കീപ്സ് ഗോയിങ്. ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ആൻഡ് അതിപ്പോൾ അബുദാബിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അബുദാബിയിൽ ലൈക്ക് we have been proposed with 100 പുതിയ 100 ഫാം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഹാപ്പനിങ് ബിഗ് ടൈം. അത് ഇറ്റ്സ് സംതിങ് വെരി
ഇന്നോവേറ്റീവ് തിങ്. അതെ. ഈ യു.എ എന്ന രാജ്യത്തിനോട് നമുക്കൊരു കൂടുതലൊരു ഇഷ്ടം എന്തുകൊണ്ടാണ് തോന്നുന്നത് എന്നുള്ളത് മരുഭൂമിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് കൂടിയല്ലേ. അപ്പോൾ എങ്ങനെയാണ് അതിനെ കൂടി ഒന്ന് കാണുന്നത്? കാരണം അവർ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. അത് ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫാം ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന, കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രൊഡക്ട്സാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഒരുവിധമുള്ള എല്ലാ ലുലുലായിക്കോട്ടെ, കാൾഫോറിലായിക്കോട്ടെ, എല്ലാവിധ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഈവൻ മാക്ഡൊണാൾഡ്സ് ആയിക്കോട്ടെ, ലൈക്ക് അവിടെയൊക്കെ ഇവരെ പ്രൊഡക്ട്സ് എത്തുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫ്യൂച്ചറിൽ നോക്കിയാൽ, ആൻഡ് അഗെയിൻ അതർ ദാൻ ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, ഭാവിയിൽ 100% UAE പച്ചയിലേക്ക് മാറുക തന്നെയാണ്. ആൻഡ് ഇറ്റ് വിൽ ആഡ് എ ഗ്രേറ്റ് വാല്യൂ ടു ദ GDP. ഒരു സംശയമില്ല. സംശയമില്ല. ഓക്കെ. എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, വിജയം ഉണ്ടാകാനുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്. സുകേഷ്. താങ്ക് യു.